നമസ്കാരം. ഫ്രാഗ്രൻസ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൻസീറ ലൈനിൽ ബാക്കി എൻ്റെ കയ്യിലുള്ള 2 ഫ്രാഗ്രൻസും കൂടി ഉണ്ട്. അത് കുറച്ച് ഡാർക്കാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ്. അപ്പം നമുക്ക് ഡാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരെണ്ണം ഒരു ടൊബാക്കോ ഫ്രാഗ്രൻസും ഒരെണ്ണം മൻസീറ ടോങ്ക കോളയുമാണ്. ടൊബാക്കോ ഫ്രാഗ്രൻസ് ടൊബാക്കോ ഇഷ്ടപ്പെടുന്നവർക്കാണ് പൊതുവേ അത് ഇഷ്ടപ്പെടുക. അല്ലാത്തവർക്ക് ഒരു മിസ്റ്ററി സ്മെല്ലായിട്ട് ഒരല്പം ടൊബാക്കോയിഷ് സ്മെല്ലായിട്ട് വരും. അപ്പോൾ അത് എല്ലാവർക്കും പറ്റുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ടൊബാക്കോ ഫ്രാഗ്രൻസിൻ്റെ വലിയൊരു ആരാധകനല്ല, എന്നാൽ എനിക്കതിനോട് വലിയ വിയോജിപ്പുമില്ല. അങ്ങനെ ഒരു ന്യൂട്രലാണ്. കാരണം പിന്നെ എനിക്കത് അടിക്കാനുള്ള കുറച്ച് സിറ്റുവേഷൻസ് വിരളമാണ്. കാരണം നല്ല തണുപ്പും ഇങ്ങനെയൊക്കെയുള്ളൊരു സ്മോക്കി വൈബും, ഈ പുകയൊക്കെ വലിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ആഡഡ് ഫ്ലേവർ അവർക്ക് കൊടുക്കും. ഇത് പുക വലിക്കുന്നത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, അങ്ങനെയുള്ള ആളുകൾക്ക് കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു സംഗതിയാണ് ഈ ടൊബാക്കോ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത്. അത് എപ്പോഴും എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. അപ്പം നമുക്ക് നോക്കാം എന്തായാലും. ടൊബാക്കോ ഇത് ഡ്രൈ ഡൗൺ ആണ്. ഞാൻ കുറച്ച് നേരം മുമ്പേ അടിച്ചു വെച്ചതാണ് മൻസീറ ടൊബാക്കോ റെഡ് ടൊബാക്കോടെ. മൻസീറ റെഡ് ടൊബാക്കോ അത് ഇങ്ങനെ ഒരു ബോട്ടിലിനകത്താണ് വരുന്നത്. ജ്യൂസ് നല്ല റെഡ് കളറാണ്. പിന്നെ ഇങ്ങനത്തെ മാഗ്നറ്റിക് ക്യാപ്പും പരിപാടികളും ഒക്കെ ഉണ്ട്. അതിലൊന്നും വലിയ കാര്യമില്ല. നമുക്ക് ഫ്രാഗ്രൻസ് എങ്ങനെയാണ് സ്മെല്ല് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കൊരു 2 സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ റെഡ് ടൊബാക്കോ ഉണ്ടാക്കിയത് പിയറി മൊണ്ടൈൽ എന്ന് പറയുന്നൊരു പുള്ളിക്കാരനാണ്. ഈ മൻസീറയും മൊണ്ടൈലും ഇങ്ങനെ ഈ സിസ്റ്റർ കൺസേൺസാണ്. അതായത് പുള്ളിയുടെ തന്നെ കമ്പനിയാണോ എന്ന് എനിക്കറിയത്തില്ല. അവർ രണ്ടും ഏതാണ്ട് ഒരേ കമ്പനി തന്നെയാണ്. അപ്പം പിയറി മൊണ്ടൈലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങേർക്ക് കുറേ നല്ല പെർഫ്യൂംസ് ഉണ്ട് അങ്ങേരുടെ ഡേറ്റാ ബേസിൽ കേട്ടോ. അപ്പം നമുക്ക് നോക്കാം ഇത് എന്താണെന്ന്. ഇപ്പം അതിൻ്റെ ഒന്ന് സെറ്റിലായിട്ടുണ്ടത്. ടോപ്പ് നോട്ട് പറയുന്നത് സിന്നമൺ, ഊത്, ഇൻസെൻസ്, സാഫ്രോൺ, നട്ട്മെഗ്, ഗ്രീൻ ആപ്പിൾ, വൈറ്റ് പെയറൊക്കെ. അപ്പം നമുക്കത് നോക്കാം. സിന്നമൺ എവിടെയോ സിന്നമണൊക്കെ കിട്ടുന്നുണ്ട്. ഊത്, അഗർവുഡ്, അത് ശരിക്കും ഒരു ഡാർക്ക്നെസ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഊതും നട്ട്മെഗും സാഫ്രോണും കൂടെ ചേർന്നിട്ട് നല്ലൊരു ഡാർക്ക്നെസ് ഉണ്ട്. പിന്നെ ഈ ഗ്രീൻ ആപ്പിളും വൈറ്റ് പെയറും ഒക്കെ കൂടെ ഒരു കോൺട്രാസ്റ്റിന് കൊടുത്തിരിക്കുന്ന ഈ പറഞ്ഞ പോലെ ആ ഡാർക്ക്നെസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന. മിഡിൽ നോട്ട് പച്ചുളിയും ജാസ്മിനും എന്ന് പറയുന്നുണ്ട്. എനിക്കിതിനകത്ത് ജാസ്മിനുമായിട്ടൊന്നും സെൻസ് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. പിന്നെ ബേസ് ടൊബാക്കോ, വനില, സാൻഡൽവുഡ്, ഗ്വാക്വുഡ്, വൈറ്റ് മസ്ക്, ഹെയ്റ്റിയൻ വെറ്റിവർ. മസ്ക് ഉണ്ട്, ശരിക്കും മസ്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. വെറ്റിവറും സാൻഡൽവുഡും എല്ലാം കൂടെ ചേർന്ന്, ടൊബാക്കോയും എല്ലാം കൂടെ ചേർന്നൊരു വുഡി ഡാർക്ക് ഡ്രൈ ഡൗൺ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നല്ല ഡാർക്ക് ഫ്രാഗ്രൻസാണ്. ഫ്രഷ് ഫ്രാഗ്രൻസ് അല്ല, നല്ല ഡാർക്ക് ഫ്രാഗ്രൻസ് ആണ്. കുറച്ചൊരു ഡോമിനൻ്റ് മെയിൽ ക്യാരക്ടറുള്ള ഫ്രാഗ്രൻസാണിത്. ഇതിൻ്റെ പ്രൊജക്ഷനും ലോഞ്ചിവിറ്റിയും അതിഭയങ്കരമാണ്. പ്രൊജക്ഷൻ ബീസ്റ്റ് മോഡാണ്. ഈയിടെ ഒരുപാട് ഹൈപ്പ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്നു ഈ ഫ്രാഗ്രൻസിനെ പറ്റി. അതുകൊണ്ടാണ് ഞാൻ ഈ ടൊബാക്കോയുടെ വലിയൊരു ആരാധകനല്ലെങ്കിലും ഞാനൊന്ന് എന്താണെന്ന് മേടിച്ച് നോക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേങ്കിൽ ഒഫെൻസീവ് അല്ല. ടൊബാക്കോ ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും, അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് എപ്പോഴും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇത് വാങ്ങിക്കാനേ ഞാൻ നിങ്ങളോട് പറയുള്ളൂ. നമ്മുടെ കേരളത്തിൽ 8 മണിക്കൂർ എന്തായാലും കിട്ടും ഇതിന് ലാസ്റ്റിങ്. നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യും. 3-4 അടി വരെ പ്രൊജക്റ്റ് ചെയ്ത് നിസ്സാരമായിട്ട് പോകുന്ന ഫ്രാഗ്രൻസാണ്. ഒരുപാട് സ്പ്രേ ഒന്നും വേണ്ട, 8-9 സ്പ്രേ ഒക്കെ മതി അവർ റീഫോർമുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. ഈ റീഫോർമുലേറ്റ് ചെയ്ത ഫ്രാഗ്രൻസിന് ചിലപ്പം പെർഫോമൻസ് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഒരു 3-4 സ്പ്രേ കൂടെ കൂടുതൽ അടിച്ചു കൊടുത്താൽ മതി. സാധാരണ വർക്ക് ചെയ്യാറുണ്ട് അങ്ങനെ കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ഓപ്പണിങ്. ഇതിൻ്റെ ഡ്രൈ ഡൗൺ നോക്കാം. ഡ്രൈ ഡൗൺ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പഴയ ഈ വിൽസിൻ്റെയൊക്കെ പാക്കറ്റ് പണ്ട് അതിനകത്തൊരു ഇതുണ്ടായിരുന്നു. അതിനകത്ത് എത്രയോ നമ്പർ കിട്ടിയാൽ കോടീശ്വരനാകാം എന്നൊക്കെ പറഞ്ഞ് ഒരു ഇതുള്ളായിരുന്നു. ഞാനൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ സ്ഥിരമായിട്ട് അതിനകത്ത് ഇത് പൊക്കി നോക്കായിരുന്നു. ആ വിൽസിൻ്റെ ഒരു തരം ഗോൾഡൻ കവറിങ് ഇല്ലേ, ആ ഗോൾഡൻ കവറിങ്ങിനകത്ത് നിങ്ങൾ ഒരല്പം ഊതും ഇച്ചിരി ഇൻസെൻസും കൂടെ ഒരു പൊട്ടിക്ക് ചേർത്തിട്ട് മണത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ മണക്കും ഇത് കേട്ടോ. അതേ മണമാണിത്, അതിൻ്റെ ഡ്രൈ ഡൗൺ അങ്ങനെ മണക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു സിഗരറ്റ് മേടിച്ചിട്ട് അതിൻ്റെ അകത്തെ പൊളി പോലത്തെ അലുമിനിയം പോലത്തെ ആ പേപ്പറില്ല, വൈറ്റ് സിൽവർ പേപ്പർ, അതെടുത്ത് മണത്ത് നോക്കി കഴിഞ്ഞാൽ
അതിന് കുറച്ചുകൂടി റിഫൈൻഡ് ആക്കി ഒന്ന് റൗണ്ടപ്പ് ആക്കി ഒരല്പം വനിലയൊക്കെ കൂടെ കേടി ഒരു മസ്കും കൂടെ കൂട്ടിയ മണത്താൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ഇരിക്കും. അത് 90% ആ മണത്തോട് സിമിലറാണ് കേട്ടോ. അതാണ് മൻസിയുടെ റെഡ് ടൊബാക്കോ. അടിക്കേണ്ടവർക്കും റോക്ക് ചെയ്യേണ്ടവർക്കും ഇത് നിസ്സാരമായിട്ട് റോക്ക് ചെയ്യുക. ഇച്ചിരി തണുപ്പുള്ളപ്പോഴൊക്കെയാണ് നല്ലത്. എസ്പെഷ്യലി നൈറ്റ് ഔട്ട് ഫ്രാഗ്രൻസ് ആണിത്. സമ്മർ നല്ല വെയിലുള്ളപ്പോൾ ഒന്നും അടിക്കാൻ പറ്റിയ സാധനമല്ല കേട്ടോ. പിന്നെ കൂടുതലും ആളുകളുമായിട്ട് ക്ലോസ് എൻകൗണ്ടർ ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു കാറിനകത്തിരുന്ന് ഒരു 10-30 കിലോമീറ്ററൊക്കെ പോകാനായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ട്, റെഡ് ടൊബാക്കോ ഒന്നും അടിച്ചേച്ച് കയറി വയ്ക്കരുത്. അടുത്തിരിക്കുന്നവൻ വാട് വയ്ക്കും. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അങ്ങനെയാണ് റെഡ് ടൊബാക്കോയുടെ ഡ്രൈ ഡൗണും ഓപ്പണിങ്ങും. അപ്പം നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. ഇത്രയൊക്കെ അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളൂ. പ്രൈസ് റേഞ്ച് ഏതാണ്ടൊരു 8,000 മുതൽ ഒരു 12,000 രൂപയ്ക്ക് വരെ കിട്ടും. ഞാനെടുത്തത് ഖത്തർ എയർപോർട്ടിൽ നിന്നാണ്. എനിക്ക് ഇന്ത്യൻ രൂപ 9,000 മാറി ഇനി കേട്ടോ. അടുത്തത് നമുക്കുള്ളത് ടോങ്ക കോള. ടോങ്ക കോളയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്, ടോങ്ക കോള ഒരല്പം ഡാർക്ക് ഫ്രാഗ്രൻസ് ആണ്. ഇതിൻ്റെ ഓപ്പണിങ് ഫ്രഷാണ്. ടോങ്ക കോള എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓപ്പണിങ്. ഇത് ചെറിയൊരു 70 ml 60 ml 70 ml മറ്റേ ഇത് കേട്ടോ. ഈ ബോട്ടിൽ എത്ര ml ഇത്? 70 ml ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം ഓപ്പണിങ് ഒരു ഫ്രഷ് ഓപ്പണിംഗ് ആണ്. നിങ്ങൾക്ക് ഇത് സ്കിന്നിലടിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാതെ എന്നതാണ്, നാട്ടിലൊക്കെ ചെറി കൊക്കക്കോള കിട്ടുമല്ലോ, ചെറിയുടെ ഫ്ലേവറിലെ കൊക്കക്കോള, അതിൻ്റെ വൈബാണ്. ഇനി അതും അല്ലെങ്കിൽ നല്ല ഒന്നാം തരം ചുമയുടെ സിറപ്പുണ്ടല്ലോ, അതെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ തേച്ചിട്ട് മണത്ത് പിള്ളേർ കുടിക്കുന്ന ചുമയുടെ സിറപ്പിൻ്റെയൊക്കെ ഒരു ഓപ്പണിങ്ങാണ് വരുന്നത്. അത്ര ഇമ്പ്രസീവ് ഒന്നുമല്ല ടോങ്കക്കോളയുടെ ഓപ്പണിങ് കേട്ടോ. ചെറിയാണെന്ന് പറഞ്ഞാൽ ഈ ചെറി ഫ്ലേവേർഡ് കഫ് സിറപ്പൊക്കെ ഓപ്പൺ ചെയ്യുന്ന പോലത്തെ ഒരു ഓപ്പണിങ്ങാണ്. കുറച്ചുകൂടി ഒരു റിഫൈൻഡ് കഫ് സിറപ്പിൻ്റെ അത്രയും മോശമല്ല, കുറച്ചും കൂടി ഒരു റിഫൈൻഡ് കഫ് സിറപ്പാണ് കിട്ടുന്നത്. അപ്പം ഞാനിത് ആദ്യം മേടിച്ച് സ്പ്രേ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പം മടുപ്പാണ് പോയി എന്ന് വിചാരിച്ച് ഞാൻ നിരാശപ്പെട്ടിരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ കയ്യിലടിച്ചിട്ട് ഇങ്ങനെ മണത്ത് നോക്കിയിട്ട് നിരാശപ്പെട്ട്, എനിക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ വഴിക്കും അതും വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പം ഫെമിലിയറായിട്ടൊരു സ്മെല്ല് വരുന്നു. അപ്പോൾ ഇത് നല്ല പരിചയമുള്ള മണമുള്ളൂ ഇത്. അപ്പോൾ ഞാനിത് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ മണത്ത് നോക്കിയപ്പം ഇതിൻ്റെ സ്മെല്ല് ആകെ ചേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഡ്രൈ ഡൗൺ ഞാൻ അടിച്ച് വെച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് ആകെ ചേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിമിലാരിറ്റി ഉള്ള ഒരു സ്മെല്ലായിട്ട്, അതായത് ഒരു 90% സിമിലാരിറ്റി ഉള്ള ഒരു സ്മെല്ലായിട്ട് വന്നിരിക്കുക. റോജ എനിക്മയിലോട്ടാണ് ഇത് പോയിരിക്കുന്നത്. റോജ എനിക്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡാർക്ക് ഫ്രാഗ്രൻസ് ആണ് എന്ന് പറഞ്ഞാൽ ആരും പോയി തല വയ്ക്കരുത്. റോജ ഹൗസിന് പ്രൊജക്ഷനും ലോഞ്ചിവിറ്റിയൊക്കെ വളരെ കുറവാണ്. അതിനകത്ത് ആകെപ്പാടെ ഒന്ന് കുഴപ്പമില്ലാതെ എനിക്ക് തോന്നിയിട്ടുള്ള LICM മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ റോജ എനിക്മ ഒരു നല്ലൊരു സെൻ പ്രൊഫൈലാണ്. ചില ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല, ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും. ഈ ഡാർക്ക് ഫ്രാഗ്രൻസിൻ്റെ ഒരു ഇതാണ്, ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേങ്കിൽ റോജ എനിക്മ നല്ലൊരു രസമുള്ള ഒരു ഫ്രാഗ്രൻസാണ് മണക്കാനായിട്ട്. എനിക്കിഷ്ടമാണ് റോജ എനിക്മയുടെ സെൻ പ്രൊഫൈൽ. അതിലേക്ക് ഇത് ചേഞ്ച് ചെയ്യും. അത് സ്വല്പം ഒരു ഡാർക്ക്നെസ്സും ഊതും ഒക്കെ ഉള്ളൊരു സാധനമാണ്. ഇതിൻ്റെ ഓപ്പണിങ്ങിനോട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ടോങ്കക്കോളയുടേത് സിന്നമൺ, ചെറി, ലെമൺ, നട്ട്മെഗ്. എനിക്ക് സിന്നമണും ചെറിയും കിട്ടുന്നുണ്ട്. സിന്നമൺ നന്നായിട്ട് കിട്ടുന്നുണ്ട്. കൊക്കക്കോള മിഡിൽ നോട്ടിൽ ഇന്തോനേഷ്യൻ പച്ചുളി ലീഫ്, ഓറഞ്ച് ബ്ലോസം ഒക്കെ ഇപ്പോൾ എവിടെ കോള കിട്ടുന്നുണ്ട്. കൊക്കക്കോള, ടോങ്ക ബീനും വാനിലയും ബെൻസോയിനും ലബ്ഡനും. ടോങ്ക ബീനാണ് ഇതിൻ്റെ ബേസ്. ടോങ്ക ബീൻ വാനില ബേസാണ്. അപ്പം റോജ എനിക്മയ്ക്കകത്ത് ഈ പറഞ്ഞ പോലെ ബേസിൽ വാനിലയും കോണിയാക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രാൻഡിയാണെന്ന് ഇന്നലെ ഒരു പ്രേക്ഷകൻ എന്നെ കറക്റ്റ് ചെയ്തായിരുന്നു. ഞാൻ വിസ്കി എന്നാണ് പറഞ്ഞത്, ബ്രാൻഡിയാണ് കേട്ടോ, ബ്രാൻഡിയാണെന്ന് തോന്നുന്നു. ജാസ്മിൻ, നെറോളി, ബെർഗമോട്ട്, ഇത്ര ഈ മേളിൽ ലെമണും നടുക്ക് ഈ ജാസ്മിൻ നെറോളിയൊക്കെ പോലെ താഴെ ബേസിൽ കോണിയാക്കും വാനിലയും കൂടെ വന്നിട്ട് ടൊബാക്കോയും ഉണ്ട് ഈ റോജ എനിക്മയ്ക്കകത്ത്. സിന്നമണ്ണുണ്ട്, സാൻഡൽവുഡുണ്ട്, ഈ കാടമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ചേർന്ന് ഈ രണ്ട് ഫ്രാഗ്രൻസിനും ഒരുപോലത്തെ തന്നെ ഒരു സെയിം വൈബാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഞാൻ വിചാരിച്ചത്രയും മോശമല്ല, പക്ഷേങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഈ ടോങ്കക്കോള. കാരണം ഇത് റോജ എനിക്മ നല്ല പൈസയുള്ള ഒരു സാധനമാണ്. അതിന് ഏതാണ്ടൊരു 40,000 രൂപ മറ്റേ ആവും 100 ml. അപ്പം നിങ്ങൾക്ക് ഏതാണ്ടൊരു അതേ വൈബാണ്. ഇത് 60 ml 6,000 രൂപ മറ്റേ ഉള്ളൂ. ഇത് നീഷ് ഹൗസുമാണ്. അപ്പം റോജ എനിക്മയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു 6,000 രൂപ 7,000 രൂപയ്ക്ക് കിട്ടുന്നത്. പിന്നെ റോജ എനിക്മയിലേക്ക് ചേക്കേറുന്ന സാധനം സെർജോ 40 നോട്ട്സ് ആണ്. ചെറിയ രീതിയിൽ അതിനോട് സിമിലാരിറ്റി വരുന്നത്.
അത് നീഷ് ഫ്രാഗ്രൻസാണ്. ഇത് കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ബെറ്റ് ഇതാണ്. റോജ എനിഗ്മയുടെ അതേ ക്വാളിറ്റി തന്നെയാണ് അതിൻ്റെ ഡ്രൈ ഡൗൺ മണക്കുന്നത്, സെയിം ക്വാളിറ്റിയാണ്. പ്ലസ് ഇത് കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്യും. ഇതിനൊരു 7-8 മണിക്കൂർ ലോഞ്ചിവിറ്റി ഈസി ആയിട്ടുണ്ട്. ഷർട്ടിലൊക്കെയാണ് പിറ്റേന്ന് വരെ നിങ്ങൾക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റും. പിറ്റേന്ന് രാവിലെ നിങ്ങൾ സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് നന്നായിട്ട് സ്മെല്ല് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നല്ല രീതിയിൽ ഊതി ഫ്രാഗ്രൻസിൽ നോട്ടിൽ ചേർന്നിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്കത് അറിയാൻ പറ്റും. പിറ്റേന്ന് രാവിലെ നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ. ഇത്രയൊക്കെയാണ് ഈ 2 ഫ്രാഗ്രൻസസിൻ്റെ വിശേഷങ്ങൾ. അപ്പം വീഡിയോ കാണുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും എല്ലാം എല്ലാവർക്കും നന്ദി. അപ്പം നമുക്ക് അടുത്ത സീരീസ് ആയിട്ട് എനിക്ക് ഏറ്റവും കോംപ്ലിമെൻറ്റ്സ് മേടിച്ച് തന്ന ഫ്രാഗ്രൻസ് എന്നൊരു സീരീസ് വെക്കാവോ എന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. എന്നാൽ പിന്നെ അത് അടുത്ത പ്രാവശ്യം അങ്ങ് വെച്ചേക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. നല്ലൊരു ഡേയും നല്ലൊരു നൈറ്റും ആശംസിക്കുന്നു. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.